ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഡീപ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ അത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സൗമ്യ സിസ്റ്റർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ച എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോടും താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഡേ ഭയങ്കര സന്തോഷമായിരുന്നെന്നും നമ്മുടെ ചാനൽ വഴി എല്ലാവരും വിഷ് ചെയ്തപ്പോൾ പേഴ്സണലായിട്ടുള്ള കുറച്ച് വിഷമങ്ങൾ ഉണ്ടായെങ്കിലും ഈ ചാനൽ വഴി എല്ലാവരും വിഷ് ചെയ്തപ്പോൾ കിട്ടിയ സന്തോഷം ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് സൗമ്യ സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് തിരിച്ച് അറിയിച്ചതിൽ. അപ്പോൾ ഒരുപാട് ഇമോഷണലായിട്ട് ഒക്കെ സംസാരിച്ചിരുന്നു കേട്ടോ. നമ്മുടെ ചാനൽ വഴി നല്ലൊരു കാര്യം സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരാളിന് സന്തോഷം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ സൗമ്യ സിസ്റ്ററിന് വേണ്ടിയിട്ട് വിഷസ് അറിയിച്ച എല്ലാവരോടും ഞാനും താങ്ക്സ് പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, കോലമൊക്കെ ഒന്ന് വരച്ചിട്ടു. അപ്പോൾ നാമിക്ക് സ്കൂളുള്ള ദിവസമാണ്. അവൾ സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ക്ലീനിങ് പോലുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമെന്നൊന്നും ഒരു പ്ലാനും ഇല്ലാതിരുന്നൊരു ദിവസമാണ്. പെട്ടെന്നാണ് ഞാൻ തീരുമാനിച്ചത് ഇന്ന് എന്തായാലും നമ്മുടെ ചെറിയ റൂം, ആമയുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഞാൻ അധികം അങ്ങനെ മുടി ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടി വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെ. ചൂടായതുകൊണ്ട് കെട്ടി വെക്കാതെ ഒരു നിവർത്തിയും ഇല്ല. അപ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ വളഞ്ഞു പോകുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ പൊതുവേ ഈ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കൊരു സ്ട്രെയിറ്റ് ലുക്ക് വരുമല്ലോ. അപ്പോൾ ആ ഒരു ലുക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം മുടി ഇങ്ങനെ കെട്ടാതെ ആണ് വെച്ചുകൊണ്ട് നടന്നത് ഇത്രയും നാള്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസം ആയപ്പോൾ ഇവിടെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുടിയൊന്നും കെട്ടി വെക്കാതെ ഒരു നിവർത്തിയില്ല. അപ്പോൾ ഇന്നത്തെ ജോലികളിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഈ റൂം മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ ഇതായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്കാണെങ്കിൽ മൊത്തത്തിലൊന്ന് ഡസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ കുറേ തുണികളാണ് മെയിനായിട്ട് കൊണ്ടിടുന്നത്. നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴുള്ള തുണികൾ കൊണ്ടുവന്നിടും. ഞാൻ മാക്സിമം മടക്കി വെക്കും. പക്ഷേ ഇതിപ്പോൾ ഇന്ന് രാവിലത്തെ തുണികളും പിന്നെ കഴിഞ്ഞ ദിവസം പുറത്ത് പോയിട്ടുള്ള ഹസ്ബൻഡിൻ്റെ കുറച്ച് തുണികളൊക്കെയാണ് ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നത്. നമ്മുടെ ഈ ഒരു ഡബിൾ ബെഡ് ഉള്ളത് കൊണ്ട് തന്നെ മേലത്തെ പോർഷനിലും തുണികൾ ഇട്ട് വെക്കും, അതുപോലെ തന്നെ താഴെയും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് നല്ലൊരു ബാസ്ക്കറ്റ് ഇല്ല കഴുകേണ്ട തുണികൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി എൻ്റെ അടുത്തുള്ളൊരു ബാസ്ക്കറ്റ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു അതെന്തായാലും എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തോട്ട് ഇട്ട് വെക്കാമെന്നുള്ളത്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റണം. അപ്പോൾ കട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്ക് ഈ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര കഷ്ടമാണ്. കാരണം ഇത് ചെറിയ റൂമാണ്. അപ്പോൾ ഇവിടെ ഈ ട്രൈപോഡും കൂടി കൊണ്ടുവച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ സ്ഥലമൊക്കെ നോക്കി ഇങ്ങനെ എനിക്ക് കയറി പോകാൻ കണക്കിനും ഒക്കെ നോക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്താണ് ട്രൈപോഡ് വെക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ബെഡ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അതിൽ കിടന്ന എല്ലാ തുണികളും എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നുണ്ട്. ആ മേലത്തെ ബെഡിൽ വിരിച്ചേക്കുന്ന ഒരു ബെഡ്ഷീറ്റ് എനിക്ക് തോന്നുന്നു 7-8 മാസത്തോളം ആയി കേട്ടോ അത് വിരിച്ചിട്ടിട്ട്. ഇതുവരെയും എടുത്ത് മാറ്റിയിട്ടേ ഇല്ല. അപ്പൊ അതെന്തായാലും കഴുകാനായിട്ട് എടുത്ത് മാറ്റിയിടണം. പിന്നെ ഇവിടെ കുറെ പില്ലോയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ പല പാഴ്സൽ മേടിക്കുന്ന ബോക്സുകളും അങ്ങനത്തെ പല സാധനങ്ങളും ഈ റൂമിലാണ് കൊണ്ടുപോയിടുന്നത്. മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്ന റൂമും കൂടിയല്ല. അപ്പം അതുകൊണ്ട് അറിയാമല്ലോ, നമ്മൾ എപ്പോഴും കിടക്കുന്ന റൂമാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ വൃത്തികേടാക്കി ഇടത്തില്ല അല്ലേ. പിന്നെ ഒരു ചെറിയൊരു ചെരുപ്പ് സ്റ്റാൻഡ് വെച്ചേക്കുന്നുണ്ട്. അത് ഞങ്ങൾ പുറത്തിടാനുള്ള നമ്മുടെ ചെരുപ്പുകളും ക്രോക്സ് ഒക്കെ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം കഴുകിയതിന് ശേഷമാണ് ഇവിടെ അകത്ത് ചെരുപ്പുകൾ വെക്കുള്ളൂ. അപ്പോൾ അത് പുറത്ത് വെച്ച് കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം ഒരുപാട് വെയിലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് ഞാൻ ബാൽക്കണിയിൽ ആ ഗാർഡൻ ചെയ്തേക്കുന്നതിൻ്റെ അവിടെ ഒരു മൂലയ്ക്ക് ഒരു കുഞ്ഞ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് എന്തായാലും വേറൊരു സ്റ്റാൻഡ് പുതിയത് ഒരെണ്ണം മേടിച്ചിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ബെഡ്റൂമിൻ്റെ അടിഭാഗത്ത് ഓരോന്നായിട്ട് നോക്കിയപ്പോഴാണ് എന്തോരം സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതെന്ന് അറിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്രിസ്മസ് സമയത്ത് മേടിക്കുന്ന ലൈറ്റ്സും അതിന് വേണ്ടുന്ന കുറേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് എൻ്റെ ട്രൈപോഡ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മേടിച്ചിട്ട് യൂസ് ചെയ്ത് കുറേ നാളാകുമ്പോൾ കേടായി പോകുന്നതിനെ അങ്ങനെ എടുത്ത് കളയത്തില്ല. അപ്പം ഈ ഒരു ബ്രാൻഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഇതാണ്. ഒരെണ്ണം എൻ്റെ അടുത്ത് റിംഗ് ലൈറ്റ് ഉള്ളതുണ്ട്, പക്ഷെ ഞാൻ അതധികം അങ്ങനെ യൂസ് ചെയ്യത്തില്ല. കാരണം എനിക്ക് റിംഗ് ലൈറ്റിൻ്റെ ആവശ്യം വരാറില്ല കേട്ടോ. കാരണം വീട്ടിനുള്ളിലെ ലൈറ്റ് തന്നെ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാതെയാണ് എപ്പോഴും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് ശ്രീദേവി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോയെന്ന്. അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പോൾ അതിൻ്റെ ടോപ്പിക്
ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഡെത്ത് ആങ്സൈറ്റിയെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ അതെന്തായാലും എനിക്ക് അറിയാത്തൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്, മരണഭയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഇട്ടത് എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് പറയുന്നതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് മറികടക്കാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനിന്ന് അതിനെക്കുറിച്ച് പറയാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലേ നെഗറ്റീവ് ചിന്തകൾ. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ ദിവസം നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മൈൻഡ് അപ്സെറ്റ് ആവുന്നത്. നെഗറ്റീവ് തോട്ട്സ് വരുന്നത് എന്നെ ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് പെട്ടെന്ന് തോന്നുന്നതല്ലേ. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മരണ വാർത്ത കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ആയത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡ് അപ്സെറ്റ് ആവും. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലൂടെ പലരും കടന്നു പോകുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർക്ക് കുറച്ച് കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത് വീടും നമ്മുടെ ഭർത്താവും മക്കളും ഒക്കെ ആയിരിക്കുമല്ലേ. അപ്പം നമ്മൾ ഈ ഒരു വീടിനുള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിച്ച് പോകുമ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ മനക്കരുത്തുള്ളവരൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ പല രീതിയിലുണ്ടാവാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുകയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു അസ്വസ്ഥതയായിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ, വ്യക്തികൾ നമ്മളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻലാസോ അല്ലെങ്കിൽ ഹസ്ബൻഡോ മക്കളോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നെഗറ്റീവ് തോട്ട്സ് വരും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയാണ് പലർക്കും നെഗറ്റീവ് തിങ്കിങ് വരുന്നത്. പിന്നെ നമ്മൾ മനുഷ്യർ എത്ര പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ പോസിറ്റീവ് തിങ്കിങ്ങിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ചില സമയത്തെങ്കിലും നമ്മുടെ മനസ്സ് കൈവിട്ട് പോവില്ല. അപ്പം ഞാനും ഇതുപോലെ തന്നെയാണ്. എനിക്കും ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ജീവിക്കണമെന്ന് പോലും തോന്നത്തില്ല, നമുക്ക് മരിക്കണമെന്ന് തോന്നും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ, ഒറ്റപ്പെടുന്നൊരു ഫീല് അങ്ങനെയൊക്കെ തോന്നും അല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തന്നെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രദ്ധ മാറ്റുക കേട്ടോ. നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരു കാര്യത്തിലേക്ക് ഏർപ്പെടുക. എപ്പോഴും നമ്മൾ ബിസിയായി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് മിണ്ടാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നെഗറ്റീവ് തോട്ട്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വരും. നമ്മുടെ കയ്യിലല്ലല്ലോ ഒന്നും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മറികടന്നേ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ കാലങ്ങളോളം എടുക്കേണ്ടി വരും നമ്മുടെ ആ ഒരു വിഷമതകൾ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് മാത്രം ചിന്തിക്കുക, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്, ഈ സമയവും കടന്നു പോകും എന്നുള്ളൊരു വാചകം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് നിരന്തരമല്ല. അതിപ്പോൾ സക്സസ് ആയാലും സന്തോഷമായാലും എന്ത് കാര്യമാണെങ്കിലും അപ്പം നമ്മളെല്ലാം സ്ഥായി ഭാവത്തോടു കൂടി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ വരുന്ന ഇന്നത്തെ ഒരു സങ്കടം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദുഃഖം നാളത്തെ ഒരു സന്തോഷമായി മാറും, അല്ലെങ്കിൽ ഇന്നത്തെ സന്തോഷം നാളെ ഒരു ദുഃഖമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആ ഒരു മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമതകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തകൾ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവവിശ്വാസം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ജേർണൽ റൈറ്റിംഗ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ജേർണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസാക്ഷിയും മനസ്സും അടങ്ങുന്ന ഒരു ബുക്കാണ്. അത് നമ്മൾ എല്ലാവരെയും കാണിക്കരുത്, ആരെയും കാണിക്കാതെ നമ്മൾ സീക്രട്ടായിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു പുസ്തകമായിരിക്കണം, ഒരു ഡയറി ബുക്ക്. പണ്ടൊക്കെ നമ്മളൊക്കെ ഒരുപാട് ഡയറി എഴുതിയിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് ജേർണൽ എഴുതാം. നിങ്ങൾക്ക് വിഷമം ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഡയറിയിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് ആ പേപ്പർ വലിച്ച് കീറി കത്തിച്ച് കളയാം. അപ്പോൾ നിങ്ങളുടെ ഒരു നെഗറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു ഭാരം ഇറങ്ങി പോകുന്നതായിട്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ഷെയർ ചെയ്യാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരിക്കലും ആരോടും എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യത്തില്ല മാക്സിമം. അപ്പോൾ കാരണം അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു വിഷമമായിരിക്കും നമുക്ക്, അയ്യോ അത് പറഞ്ഞു പോയല്ലോ അവരോടെന്നുള്ളത്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ഒരു ഡയറി പോലെ എഴുതുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പല രീതിയിലുള്ള ടെക്നിക്കുകളും ഉണ്ട് ഇങ്ങനെ
നെഗറ്റീവ് തോട്ട്സ് മറികടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, സെൽഫ് മോട്ടിവേറ്റഡ് ആവാനോ ഒന്നിനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് ഒരു കൗൺസിലിംഗ് എടുക്കുക കേട്ടോ. ഇന്നത്തെ കാലത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു കൗൺസിലിംഗ് എടുക്കുന്നതൊന്നും വലിയ ഭയങ്കര ഒരു നാണക്കേടുള്ളൊരു കാര്യമൊന്നും അല്ല. അപ്പം നമ്മുടെ മാനസികാരോഗ്യം നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടതല്ലേ. അപ്പം അതിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ദേഷ്യം, സങ്കടം, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ, ഇതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ലൊരു കൗൺസിലിംഗ് എടുക്കുക. അപ്പോൾ അവരവിടെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് തരും. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാനിപ്പോൾ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല, അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് റിസർച്ചൊക്കെ ചെയ്ത് വന്നേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ആങ്സൈറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകളോ, മാനസികമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നമുക്ക് നമ്മുടെ ഒരു നല്ലൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്താൽ മാറുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് മീര എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് കമന്റ് ഇട്ടിരുന്നത്, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പഠിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. അപ്പോൾ എനിക്ക് സൈക്കോളജിക്കലായിട്ടുള്ള സബ്ജക്റ്റുകൾ കേൾക്കാനും കാണാനും അറിയാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതലും ബുക്സൊക്കെ വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളും പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതൊന്നും ഒരിക്കലും ഒരു ഡോക്ടർ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് ഒന്നും അല്ല. അപ്പം നമുക്ക് വീഡിയോയിൽ പറയുന്നതിന് ഒരു പരിധി കാണുമല്ലോ, അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കൗൺസിലിംഗ് എടുക്കണം. അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. അപ്പോൾ ഈ ഒരു കമന്റ് ഇട്ട ആള് ഓൾറെഡി ട്രീറ്റ്മെന്റിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡെത്ത് ആങ്സൈറ്റി അല്ലെങ്കിൽ മരണഭയം എന്ന് പറയുന്നത് വേറെയും 15 വയസ്സുള്ള ഒരു കുട്ടിക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാശ്വാസം ആവുമെന്ന് വിചാരിച്ചിട്ട് കമന്റ് ഇട്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു സബ്ജക്റ്റ് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഇതിൽ സംസാരിക്കില്ല. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇവിടെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് മാറ്റാനുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് ഡസ്റ്റിങ് ചെയ്തെടുത്തു. ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്തത്. നമ്മുടെ ഈ കട്ടിലിൻ്റെ അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഡസ്റ്റിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ റൂമൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് പൊതുവേ മടിയായിരിക്കും അല്ലേ, പ്രത്യേകിച്ച് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യം വരുമ്പോഴാണ് നമ്മളെല്ലാവരും മടി പിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഈസി ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ചെറിയ ചെറിയ ക്ലീനിങ്ങുകൾ ചെയ്തു പോവുക. എന്നാലും നമ്മൾ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എല്ലാ മുക്കും മൂലയും അടിച്ചു വാരുമല്ലോ. അപ്പോൾ എല്ലാ ഭാഗവും നമ്മുടെ കണ്ണും കൈയും എത്തുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ്ങിൽ ഏതെങ്കിലും ഒരു വിട്ടുപോകുന്നൊരു ഭാഗം ഉറപ്പായിട്ടും നമ്മൾ ഓർമ്മിച്ച് വെച്ച് ക്ലീൻ ചെയ്ത് പോയാൽ ഡീപ്പ് ക്ലീനിങ് സമയത്ത് നമുക്ക് വലിയ പ്രശ്നം കാണത്തില്ല കേട്ടോ. പിന്നെ വീടിനുള്ളിൽ മാറാല കയറാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. കാരണം അങ്ങനെ മാറാല പിടിച്ച് കിടക്കുന്ന വീടെന്ന് പറയുന്നത് മൂദേവി വാസമുള്ള വീടാണെന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകളും കൂടിയാണ് അതിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയില്ലാതെ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട് ഇങ്ങനെ വലിച്ചു വാരി അഴുക്ക് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ആ വീട്ടമ്മയുടെ മനസ്സാണ് അവിടെ കാണുന്നതെന്ന് പറയും. അത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട് എത്രത്തോളം ശുദ്ധമാക്കി വൃത്തിയാക്കി വെച്ചേക്കുന്നുവോ അത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയറും അതുപോലെ തന്നെ നീറ്റും ആയിരിക്കും നമ്മുടെ മനസ്സും എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ബെഡ്റൂമും മാസത്തിലൊരു തവണ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ 2 ബെഡ്റൂമാണ് ഉള്ളത്, അതുപോലെ തന്നെ ഒരു കിച്ചണും ഉണ്ട്. പിന്നെ ലിവിംഗ് റൂം നമ്മൾ മാക്സിമം എപ്പോഴും ക്ലീൻ ചെയ്ത് ഇട്ടാൽ അത്രയും നല്ലത്. ഒന്നിടെ വിട്ടെങ്കിലും ക്ലീൻ ചെയ്യണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതിങ്ങനെ നമുക്ക് ആൾക്കാർ വന്നും പോയൊക്കെ നിൽക്കുന്നതും ഡൈനിങ് ടേബിളൊക്കെ ഇട്ടേക്കുന്നതൊക്കെ നമ്മുടെ ലിവിംഗ് റൂമിലായിരിക്കുമല്ലോ മോസ്റ്റ്ലി എല്ലാ വീട്ടിലും. അത് പെട്ടെന്ന് ആരെങ്കിലും വന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റത്തില്ല, പുറത്തുനിന്ന് വരുന്ന ആളിനായിരിക്കും അത് മനസ്സിലാവുന്നതല്ലേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ഒരു 2-3 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്തിട്ടാൽ നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ 2 ദിവസത്തിലൊരിക്കലൊന്ന് മോപ്പിംഗ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ മോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, നല്ല മഞ്ഞൾപ്പൊടി വേണം, പൂജാ റൂമിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചക്കർപ്പൂരം, അതുപോലെ തന്നെ കുറച്ച് മറ്റേ ജവ്വാത് പൗഡർ ഉണ്ടല്ലോ, അത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. കുറച്ച് പനിനീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും, വീടിനുള്ളിൽ നല്ലൊരു ഡിവൈൻ സ്മെല്ലും ആയിരിക്കും, നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും. ഞാൻ മുന്നേയൊക്കെ ലൈസോളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇപ്പോൾ ചൂടായ കാരണം കൊണ്ട് ജോലി ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഒരുപാട് ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകും, ഭയങ്കരമായിട്ട് നമുക്ക് വെള്ളം ദാഹിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കിച്ചണിലെ ജോലികളെല്ലാം ചെയ്ത് തീർത്ത് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ക്ലീനിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചെയ്യണം. അപ്പോൾ വൈകുന്നേരം വലിയ വെയിൽ കാണത്തില്ലല്ലോ, അപ്പോൾ വെയിൽ താഴുന്ന സമയത്ത് ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുക. കുറേശ്ശെ ക്ലീനിങ് ചെയ്ത് ഡെയിലി കുറച്ച് പോർഷൻ ചെയ്ത് പോയാൽ തന്നെ വീട് നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയും ഇല്ലല്ലേ. നമുക്ക് ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നുള്ള രീതിയിലുള്ള ജോലികളാണ് നമ്മൾ വീട്ടമ്മമാർക്ക് അല്ലേ. അപ്പോൾ ഒരു കാലത്തും റെസ്റ്റ് കിട്ടാത്തൊരു ജോലിയും കൂടെയാണ് നമ്മൾ വീട്ടമ്മമാർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത്, ഇനിയിപ്പോൾ വെക്കേഷനാണ് വരാൻ പോകുന്നതല്ലേ. ഇപ്പോൾ ഇവിടെ ആമിക്കൊക്കെ ഇവിടെ നമ്മുടെ ചെന്നൈയിൽ തമിഴ്നാട്ടിലെ സ്കൂളുകൾ അടയ്ക്കുന്നത് ഏപ്രിൽ ലാസ്റ്റ് ആണ്. അവർക്ക് 1 മാസത്തെ വെക്കേഷനേ ഉള്ളൂ കേട്ടോ, മെയ് മാസം മാത്രമേ വെക്കേഷൻ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ പക്ഷേ മാർച്ച് ലാസ്റ്റ് ആകുമ്പോൾ സ്കൂൾ അടയ്ക്കുമല്ലോ, 2 മാസത്തെ വെക്കേഷനും കിട്ടുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മാസം കുട്ടികൾ വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മമാർക്ക് തന്നെയായിരിക്കും തലവേദന കൂടുതൽ. പിന്നെ നമ്മുടെ ഈ റുട്ടീൻ എല്ലാം മാറിപ്പോകും. വെക്കേഷൻ സമയമാകുമ്പോൾ നമുക്ക് ആകെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, എന്നാലും നമ്മുടെ ജോലികൾ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റുട്ടീനിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, എന്നാലും മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലും കൂടി നമ്മൾ ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്കിവിടെ 1 മാസത്തെ വെക്കേഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം നമുക്ക് സാധാരണ ദിവസം പോലെ തന്നെ മിക്കവാറും എല്ലാ ദിവസവും അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തത്. സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഇതേ മേലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ടെറസിൻ്റെ മേലെയാണ് ഇന്ന് വന്ന് ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഫ്രൈഡേ വീഡിയോയിൽ നമ്മൾ ടെറസിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതേ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെയാണെങ്കിൽ ഈ വൈറ്റ് പെയിൻറ്റ് അടിച്ചതിന് ശേഷം മേലെ കയറാനേ പറ്റുന്നില്ല കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് കണ്ണ് നമുക്ക് പൊളിക്കുന്നത് പോലെ തോന്നും, കണ്ണ് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നും കേട്ടോ. കാരണം ഈ വെയിലിൻ്റെ ഒരു ഇതുകൊണ്ട് വൈറ്റ് കളർ പെയിൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്കൊന്നും ഇങ്ങോട്ട് വരാനേ പറ്റില്ല. അപ്പം ഞാൻ മാക്സിമം രാവിലെ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒരു ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് വെയിലൊക്കെ താഴുന്നതിന് ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ടെറസിൻ്റെ മേലെ വന്ന് വിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തുണികൾ ഉണങ്ങി കിട്ടുന്നുണ്ട്. കാരണം വെയിലായ കാരണം കൊണ്ട്, വെയിൽ താഴുന്നാലും ആ ചൂട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് 1-2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് തുണികൾ ഉണങ്ങി കിട്ടും. രാത്രി ആകുമ്പോൾ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ വന്നിട്ട് ഞാൻ തുണികൾ എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആമിയും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ, ക്ലിപ്പൊക്കെ ഇട്ട് തരാൻ വേണ്ടിയിട്ട്. പിന്നെ മേലെ ഈ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ടെറസിൻ്റെ മേലെ വരുമ്പോഴത്തേക്കും കാലിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് പറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ. അത് കഴുകി കളഞ്ഞാൽ പോവുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും നമ്മൾ പെട്ടെന്ന് ഓർക്കാതെ, പ്രത്യേകിച്ച് ആമി മേലെ വരുമ്പോഴത്തേക്കും പൈപ്പൊക്കെ തുറന്നിട്ട് വെള്ളത്തിലൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ പെട്ടെന്ന് അഴുക്കൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും എപ്പോഴും അങ്ങനെ വൃത്തിയാക്കി ഇടാനും പറ്റില്ലല്ലോ, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി കളയണം. കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അഴുക്ക്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പക്ഷെ എന്തായാലും ഇത് അടിച്ചതിന് ശേഷം താഴെ നമ്മുടെ വീട്ടിൽ എപ്പോഴത്തെയും പോലെ ഭയങ്കര ചൂടില്ല, എന്നിരുന്നിട്ട് ചൂടില്ലാതെ ഇല്ല, എന്നാലും ചൂട് കുറച്ച് കുറവുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ മെയ് മാസം ആകുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതേ ഞങ്ങൾ തുണികളെല്ലാം വിരിക്കുന്നുണ്ട്. പിന്നെ ആമയ്ക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ എക്സാം തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണ് ഇനി അങ്ങോട്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.